അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അശാഇറത്താണ് അഹ്ലുസുന്ന എന്ന വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ്. വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമാണ് യഥാർത്ഥ മതം. ഇസ്ലാം മാത്രമാണ് ലോകസൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുത്തെ ഹദീസുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്, എൻ്റെ കാലശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് വിഭാഗീയതകൾ നിങ്ങൾക്ക് കാണേണ്ടി വരും. മറ്റൊരു ഹദീസിൽ കാണാം, എൻ്റെ സമുദായം 73 വിഭാഗമായിട്ട് പിരിഞ്ഞു പോകും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. അതിൽ ഒരൊറ്റ വിഭാഗം മാത്രമാണ് യഥാർത്ഥമായ നബിയും സഹാബത്തും പുലർത്തിപ്പോന്ന ആ ആശയത്തിൽ ജീവിച്ചു പോന്നവരും അവർ മാത്രമാണ് വിജയികളുമെന്നത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. കാലങ്ങളായിട്ട് പാരമ്പര്യമായി നൂറ്റാണ്ടുകൾ കൈമാറി വിശുദ്ധ ഇസ്ലാം നമ്മുടെ പക്കലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ആരാണ് ആ വിജയിക്കുന്ന വിഭാഗം എന്ന ചോദ്യത്തിൻ്റെ പ്രസക്തി. ആ ഹദീസിൽ തന്നെ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, മൻഹും യാ റസൂലല്ലാഹ്, ഏതാണ് ആ വിജയിക്കുന്ന ഒരു വിഭാഗം എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി ഖാല അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്നൊരു റിവായത്തിൽ കാണാം. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്, സുന്നത്തായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൻ്റെയും ജമാഅത്ത് എന്ന് പറയുന്ന ജമാഅത്തു സ്വഹാബ അവരെയും പിൻപറ്റിയ വിഭാഗമാണ്. അതിനെ ഒന്നുകൂടെ വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു റിവായത്തിൽ മാ അന അലൈഹി വാ സ്വഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും പുലർത്തിപ്പോകുന്നൊരു ആശയം, അതിനെ തുടർന്ന് വന്നവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ യഥാർത്ഥ വിഭാഗം, ശരിയായ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിഭാഗം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് ഒരുപാട് തർക്കങ്ങൾ പിൽക്കാലത്ത്, അവകാശവാദങ്ങൾ, ആരാണ് അഹ്ലുസുന്ന, ആരാണ് യഥാർത്ഥ വിഭാഗം എന്നത് മനസ്സിലാക്കുന്നിടത്ത് വരികയും അതിൻ്റെ പേരിൽ പലരും പിഴച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ആ ഹദീസിൻ്റെ ആ പ്രവചനം പുലരുന്നത് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഒരു വീഡിയോ കണ്ടുകൊണ്ട് ചർച്ചയിലേക്ക് തുടങ്ങാം. ഒരു അവാന്തര വിഭാഗത്തിൻ്റെ നേതാവ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. യഥാർത്ഥത്തിൽ അഷ്അരിയത്തും അഹ്ലുസുന്നയും ഒന്നാണെന്ന് വരുത്തി തീർക്കാൻ പല ആളുകൾ ശ്രമിക്കാറുണ്ട്. ഒരിക്കലും അഷ്അരിയത്തും അഹ്ലുസുന്നയും ഒന്നല്ല. അഷ്അരിയത്തും അഹ്ലുസുന്നയും തമ്മിൽ വലിയ മാറ്റങ്ങളുണ്ട്. ഇവിടെ ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാലങ്ങളായി ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചാലും അഥവാ കേരളത്തിൻ്റെ പാരമ്പര്യത്തിലുമെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പടക്കം വലിയ വലിയ ഉലമ എല്ലാം അവർ 4 മദ്ഹബുകളിൽ ഏതെങ്കിലും ഒരു മദ്ഹബ് കർമ്മമേഖലയിൽ സ്വീകരിക്കുന്നത് പോലെ തന്നെ വിശ്വാസ മേഖലയിൽ അഷ്അരിയത്ത്, മാതുരീദിയത്ത് എന്ന 2 വിശ്വാസധാരകളെ സ്വീകരിക്കുന്നൊരു പാരമ്പര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചവരാണ് സലഫി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അവർ 7-ാം നൂറ്റാണ്ടുകളിൽ ജീവിച്ച ഒരു പണ്ഡിത ഇബ്നു തൈമിയ്യയുടെ അനുയായികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം ഒരുപാട് പുത്തനാശയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹം ഇവിടെ ശ്രമിക്കുന്നത് മുഖ്യധാര മുസ്ലിമീങ്ങളെല്ലാം ഒന്നുകിൽ അഷ്അരിയത്ത് അതല്ലെങ്കിൽ മാതുരീദിയത്ത്, പൊതുവിൽ ഈ 2 വിഭാഗങ്ങളെയും ചേർത്ത് നമ്മൾ ഒരുമിച്ച് അശായിറത്ത് എന്ന് പറയും. ആ അഷ്അരിയത്ത് മുഖ്യധാര മുസ്ലിമീങ്ങൾ അവർ അല്ല അഹ്ലുസുന്ന വൽ ജമാഅ, ഞങ്ങളെന്ന ന്യൂനപക്ഷമാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് സമർത്ഥിച്ച് മുഖ്യധാര മുസ്ലിമീങ്ങളെ മുബ്തദിഉകളായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഇദ്ദേഹം നടത്തുന്നത്. ഒന്നുകിൽ അജ്ഞതയാണ്, അതല്ലെങ്കിൽ മനഃപൂർവ്വമുള്ളൊരു കളവ് പറച്ചിലാണെന്ന് വേണമെങ്കിൽ പറയാം. യഥാർത്ഥത്തിൽ ഇവിടെ വിശദീകരിച്ചല്ലോ, അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ഒരു വിഭാഗമാണ്. 73 വിഭാഗങ്ങൾ അവർ പിരിയുമ്പോൾ അതിലൊരു രക്ഷപ്പെടുന്നൊരു വിഭാഗം അഹ്ലുസുന്ന വൽ ജമാഅയാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബിദ്അഈ കക്ഷികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം മുതൽക്ക് തന്നെ രംഗത്ത് വരുന്നുണ്ട്.
അഥവാ സക്കാത്ത് നിഷേധ പ്രസ്ഥാനം. അതിൻ്റെ ശേഷം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെയും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിൻ്റെയും എല്ലാം കാലഘട്ടത്തിൽ ഖവാരിജ്, അതുപോലെ ഷിയഅത്ത് തുടങ്ങിയ വിഭാഗങ്ങളെല്ലാം രംഗത്ത് വരുന്നുണ്ട്. അതിനെ തുടർന്ന് ഹിജറ 3-ാം നൂറ്റാണ്ടുകളിൽ പ്രധാനമായും 2 ബിദ്അ പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നുണ്ട്, അഥവാ മുഅ്തസിലത്തും മുജസ്സിമത്തും. അവർ തീർത്തും 2 ധ്രുവങ്ങളിലാണ്, 2 ബിദ്അ കക്ഷികൾ. അഥവാ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ മനസ്സിലാക്കുന്നിടത്ത്, അഥവാ ഖുർആനിലും ഹദീസിലും ധാരാളം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പറയുന്ന ആയാത്തുകളും അതുപോലെ ഹദീസുകളിൽ അഹാദീസുകളും നമുക്ക് കാണാം. പക്ഷേ അതിൻ്റെ എല്ലാം പ്രത്യക്ഷാർത്ഥങ്ങൾ അത് അള്ളാഹുവിനോട് യോജിക്കുന്നതല്ല. ഉദാഹരണം, യദുല്ലാഹി എന്ന പ്രയോഗം ഒക്കെ കാണാം. അത് അള്ളാഹുവിന് അവയവങ്ങൾ ഉണ്ടാവുക, അതെല്ലാം ബൗദ്ധികമായി ഒരു സൃഷ്ടാവിന് യോജിച്ചതല്ല. അത് വിശുദ്ധ ഖുർആനിൻ്റെ തന്നെ ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്ന അള്ളാഹുവിന് തുല്യമായി യാതൊന്നുമില്ല എന്ന പ്രയോഗത്തിന് വിരുദ്ധം കൂടിയാണ്. പക്ഷേ ആ അഹാദീസ് സിഫാത്തിനെയും ആയാത്തു സിഫാത്തിനെയും മൊത്തത്തിൽ മുത്തശാബിഹാത്ത് അതിനെ സമീപിക്കുന്നിടത്ത് മുഅ്തസിലി പക്ഷത്തിന് സംഭവിച്ച അബദ്ധം, അവർ അത് മറ്റൊരു ആശയതരമാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ് പൂർണ്ണമായും അതിനെ അഹ്ലുസുന്നക്ക് അവിടെ 2 നിലപാടാണ്, തഅ്വീൽ തഫ്വീദ് എന്ന 2 നിലപാട് അവിടെ സ്വഹാബത്തും സലഫും സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വിഭിന്നമായി ഇതിനെ തീർത്തും വ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ആശയമുള്ളൂ, ഇനി അള്ളാഹുവിന് മറ്റു വിശേഷണങ്ങളില്ല എന്ന തഅ്തീലിൻ്റെ സിഫാത്ത് നിഷേധത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് മുഅ്തസിലത്ത് സഞ്ചരിക്കുന്നുണ്ട്. അതേസമയം തന്നെ മുജസ്സിമത്ത് എന്ന വിഭാഗം ആ ആയാത്തുകളുടെ പ്രത്യക്ഷാർത്ഥം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൃഷ്ടികളോട് സദൃശ്യപ്പെടുത്തുന്ന തശ്ബീഹ് എന്ന ബിദ്അ രംഗപ്രവേശനം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അഹ്ലുസുന്നയുടെ അയിമ്മത്ത്, 4 മദ്ഹബിൻ്റെ ഇമാമുകൾ, പ്രധാനമായും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അതുപോലെ അവർക്ക് ശേഷം അതുപോലെ തന്നെ സഈദ് ബിൻ കുല്ലാബ്, ഹാരിസുൽ മഹാസബി, അവരൊക്കെ ഈ മുഅ്തസിലത്തിനും അതുപോലെ മുശബ്ബിഹത്തിനുമെതിരെ ശക്തമായി അഹ്ലുസുന്നക്ക് വേണ്ടി പോരാടുന്നുണ്ട്. അപ്പോൾ അവരുടെ പിൻഗാമികളെന്ന് വണ്ണം ഹിജറ 260 ജനിച്ച് വളരുന്ന ഒരു അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ് ഇമാം അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലാഹ് എന്ന് പറയുന്നത്. ആദ്യം അവർ തൻ്റെ കുടുംബക്കാരനായ അബു അലി ജുബായി എന്ന മുഅ്തസിലി പണ്ഡിതൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചത് കൊണ്ട് ഒരു എഴുത്തിസാലി, ഒരു മുഅ്തസിലി പക്ഷത്തായിരുന്നുവെങ്കിലും പിൽക്കാലത്ത് അഹ്ലുസുന്നയിലേക്ക് മഹാനവറുകൾ കടന്നു വരുന്നുണ്ട്. അവർ ഇവിടെ സമർത്ഥിച്ച വിശ്വാസധാര എന്നത് സലഫും സ്വഹാബത്ത് താബികൾ അഥവാ സലഫ്, അവർ എങ്ങനെയാണോ ഈ വിശ്വാസകാര്യങ്ങളെ സമീപിച്ചത് അതിനെ ബൗദ്ധികമായും പ്രാമാണികമായും അവർ സമർത്ഥിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അഹ്ലുസുന്നയുടെ തഅ്വീൽ തഫ്വീദ് എന്നീ 2 നിലപാടുകളാണ്. അഥവാ ആ ആയത്തുകളെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ അർത്ഥം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന രീതി. മറ്റൊരു രീതി അതിന് അള്ളാഹുവിനോട് യോജിക്കുന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുക എന്ന രീതി. ആ രീതിയാണ് സലഫും സ്വീകരിച്ചത്. അതിനാണ് അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലാഹ് സമർത്ഥിക്കാൻ ശ്രമിച്ചത്. പിൽക്കാലത്ത് ആ സമർത്ഥനത്തെ പിന്തുടർന്നുകൊണ്ട് 4 മദ്ഹബിൽപ്പെട്ട എല്ലാ ഇമാമുകളും എന്ന് വേണമെങ്കിൽ പറയാം, പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരെല്ലാം അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലയുടെ ഈ ധാരയെ പിന്തുടരുന്നതായി കാണാം. അതേസമയം മറ്റൊരു ദേശത്ത് ഇതേ ആശയം സമർത്ഥിച്ചവരാണ് മഹാനായ അബു മൻസൂറുൽ മാതുരീദി റഹിമഹുല്ല. അതുകൊണ്ട് തന്നെ ആ 2 അശ്അരിയത്ത് മാതുരീദിയത്ത് ഈ 2 വിശ്വാസധാരകളിലാണ് യഥാർത്ഥത്തിൽ പിൽക്കാലത്തുള്ള എല്ലാ അയിമ്മത്തും അണിനിരക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇബ്നു അസാക്കിർ റഹിമഹുല്ല അവിടുന്ന് ഹിജറ 500-കളിലാണ് ജനിക്കുന്നത്. ഈ അദ്ദേഹം തബീനു കദിബിൽ മുഫ്തരി എന്ന ഗ്രന്ഥം തന്നെ രചിക്കുന്നത് മഹാനായ അബു ഹസൻ അശ്അരി റഹിമഹുല്ലയെ സംബന്ധിച്ചും അതുപോലെ അഹ്ലുസുന്നയെ സംബന്ധിച്ചും ആ അശ്അരിയത്തിൽ അണിനിരന്ന പിൽക്കാലഘട്ടത്തിലെ പ്രധാന ഉലമാഇനെ സംബന്ധിച്ചും വിശദീകരിച്ചുകൊണ്ടുള്ള ഗ്രന്ഥമാണ്. അതിന് മഹാനവറുകൾ അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലയുടെ നിലപാട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിക്കുന്നുണ്ട്. അഥവാ ഫലം യുസ്രിഫ് ഫി തഅ്തീലി വലം യൽഗു ഫി തശ്ബീഹി
വബ്തഗാ ബൈന ദാലിക സബീല എന്ന് പറയും. അത് ഖൈറുൽ ഉമൂരി ഔസത്തുഹ. മുഅ്തസിലത്ത് കൊണ്ടുവന്ന താഴ്ത്തുയിൽ സിഫത്ത് നിഷേധം, അതുപോലെ മുജസ്സിമത്ത് കൊണ്ടുവന്ന തശ്ബീഹ് സൃഷ്ടികളോട് സമീകരിക്കൽ, അത് രണ്ടിനെയും ഇടയിൽ തഅ്വീൽ തഫ്വീദ് എന്ന രണ്ട് റൂട്ട്, അത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ആ രണ്ട് റൂട്ടിനെ മനോഹരമായി സമൂഹത്തിൽ അവതരിപ്പിച്ചു അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലാഹ്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്തുള്ള ഉലമ എല്ലാം അവരെ പിന്തുടർന്നുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് അശ്അരിയത്തിന് അശായറത്തിന് പേര് ലഭിക്കുകയാണ്. ഷറുൽ അഖായിദ് നമുക്ക് കാണാമല്ലോ, മുഅ്തസിലത്ത് അഹ്ലുൽ അദ്ലി വത്തൗഹീദ് എന്ന പേര് സ്വീകരിച്ചപ്പോൾ ജനസമൂഹം ഒന്നടങ്കം അശ്അരിയത്തിന് അശായറത്തിനെ സംബന്ധിച്ച് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ ഇവർ ഇതിനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇമാം അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ല സ്വന്തമായിട്ടൊരു രീതി സ്വീകരിക്കുകയും സ്വന്തം ഒരു മദ്ഹബ് രൂപീകരിക്കുകയും ഒരു ബിദ്അത്താണ് രൂപീകരിച്ചെന്നൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ല അവിടുന്ന് എന്തായിരുന്നു ചെയ്തത് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അവിടുന്ന് നേരെ സൂചിപ്പിച്ചല്ലോ, ഇഅ്തിസാലിൽ നിന്ന് മാറിക്കൊണ്ട് യഥാർത്ഥമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലേക്ക് കടന്നു വരുന്നു, സത്യത്തെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹാഫിൽ ഇബ്ൻ അസാക്കിർ റഹിമഹുല്ലാഹ് അവിടുത്തെ തബീൻ കദിബിൽ മുഫ്തരിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വലസ്നാ നുസല്ലിമു അന്ന അബുൽ ഹസൻ ഇഖ്തറഅ മദ്ഹബൻ ഖാമിസ. അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലാഹ് അഞ്ചാമതൊരു മദ്ഹബ് രൂപീകരിച്ചതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കൂല. വഇന്നമാ അഖാമ മിൻ മദാഹിബി അഹ്ലി സുന്നത്തി വൽ ജമാഅ മാ സാറ ഇൻദൽ മുബ്തദിഅത്തി ദാരിസൻ വഔളഹ മിൻ അഖ്വാലി മൻ തഖദ്ദമഹു മിനൽ അർബഅത്തി വഗൈരിഹിം മാ അദാ മുൽതബിസ. അവിടുന്ന് മുൻകാലത്ത് കഴിഞ്ഞു പോയ 4 മദ്ഹബ്, ആ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ഇവിടെ പഠിപ്പിച്ച ആശയത്തെ സ്ഥിരപ്പെടുത്തുകയും അതിനെ ഇവിടെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു പ്രവർത്തിച്ചതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. കുറച്ചുപാട് വിശാലായിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുബുക്കി ഇമാം അവിടുത്തെ തബഖാത്ത് ഷാഫിയത്തുൽ കുബ്രയിൽ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. യഅലം അന്ന അബുൽ ഹസൻ ലം യുൻഷി മദ്ഹബൻ വലം യുബ്ദി റഅയൻ. ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ അശ്അരി പുതിയൊരു മദ്ഹബ് രൂപീകരിക്കുകയോ പുതിയ അഭിപ്രായങ്ങൾ കൊണ്ടുവരികയോ ചെയ്തിട്ടില്ല. ഇന്നമാ ഹുവ മുഖർറിറുൻ ലിമദ്ഹബി സലഫി. അതുപോലെ തന്നെ മുനാദിലുൻ അമ്മാ കാനത്ത് അലൈഹി സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. അവിടുന്ന് സലഫിന്റെ മദ്ഹബിനെ സ്ഥിരപ്പെടുത്തുകയും സ്വഹാബത്ത് ചെയ്തിരുന്ന അവർ സ്വീകരിച്ച നിലപാടുകളെ ക്രമപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് ഇമാമിങ്ങളെല്ലാം രേഖപ്പെടുത്തി വെച്ചതാണ്. അതിനപ്പുറത്തേക്ക് ഇമാം അശ്അരിയെ കുറിച്ച് അശായറത്ത് എന്ന പുതിയൊരു മദ്ഹബ് രൂപീകരിക്കുകയായിരുന്നു, അതല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച മറ്റൊരു വിഭാഗമാണെന്ന് പ്രചരിപ്പിക്കുന്നിടത്ത് ഇവർ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വിശദീകരണം നമുക്ക് മനസ്സിലാവുന്നത് 4 മദ്ഹബിൻ്റെ ഇമാമുകൾ അതുപോലെ സലഫ് അവർ എന്താണോ സമർത്ഥിച്ചിരുന്നത് ആ അഖീദക്ക് വിരുദ്ധമായി പുതിയ അഖീദ പ്രചരിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അതിനെ ബൗദ്ധികമായും പ്രാമാണികമായും സമർത്ഥിക്കാൻ വേണ്ടിയാണ് മഹാനവറുകൾ രംഗത്ത് വരുന്നത്. അതിനാൽ തന്നെ ചില വിദഴി കക്ഷികൾ ചോദിക്കാറുണ്ട്, ഒരു വിഡ്ഢിത്തരമാണ് യഥാർത്ഥത്തിൽ ആ ചോദ്യം. ഇമാമുന ഷാഫി റഹിമഹുല്ലാഹ് അശ്അരിയായിരുന്നോ, അതല്ലെങ്കിൽ അബു ഹനീഫ ഇമാം അശ്അരിയായിരുന്നോ എന്നൊക്കെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അതൊക്കെ ഇവരെ തന്നെ 4 മദ്ഹബുകൾ ഉണ്ട്, അത് അഹ്ലുസുന്നയുടെ ഭാഗമാണ് കർമ്മ മേഖലയിൽ എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്ന ഒരു വിഷയമാണ്. അവരടക്കം ചോദിക്കാറില്ലല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഷാഫിഈ ആയിരുന്നു എന്ന്. അപ്പം അത്തരത്തിലുള്ളൊരു ചോദ്യമാണ്. ആ സുഹൃത്ത് തന്നെ, നമ്മൾ നേരത്തെ കേട്ട ആ സുഹൃത്ത് തന്നെ തുടർന്ന് പറയുന്നുണ്ട്, ഈ വിഷയം പറയുന്നുണ്ട്. ചുരുക്കത്തിൽ അൽ അശായിറ എന്ന് പറയുന്നത് അവർ സലഫുസ് സ്വാലിഹ് അവരെന്താണോ അഖീദയായി വിശ്വാസകാര്യമായി വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും നമുക്ക് പഠിപ്പിച്ചു തന്നത്, ആ ആശയങ്ങളെ സമർത്ഥിക്കുകയായിരുന്നു മഹാനരായ അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലാഹ് ചെയ്തതും അതുപോലെ അബുൽ മൻസൂർ മാതുരിദി റഹിമഹുല്ലാഹ് ചെയ്തതും. പിൽക്കാലഘട്ടത്തിൽ വന്ന 4 മദ്ഹബിലുള്ള എല്ലാ ഉലമാവും ആ 2 വിശ്വാസധാര പിന്തുടരുകയും ആ വിശ്വാസധാര ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പടർന്നു പന്തലിക്കുകയും നമ്മുടെ കൊച്ചു കേരളത്തിലടക്കം അത് എത്തിച്ചേരുകയും എല്ലാ ഉലമാവും അശ്അരിയത്താണ് അഹ്ലുസുന്ന എന്ന നിലപാടിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് തുഹ്ഫത്തുൽ മുഹ്താജിൽ മുബ്തദിഇനെ നിർവചിക്കുന്നിടത്ത് പറയുന്നത്, വഹുവ മൻ ഖാലഫ മാ അലൈഹി ഇമാം അഹ്ലുസുന്ന വൽ ജമാഅ അബു മൻസൂർ അൽ മാതുരിദി
അബുൽ ഹസൻ അഷ്അരി റഹ്മഹുല്ല എന്നാണ്. അഥവാ ഈ രണ്ട് ആശയധാരകൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ചേരികളാണ് മുബത്തദി എന്നാണ് അയിമ്മത്ത് വിശദീകരിക്കുന്നത്. ഈ രണ്ട് ആശയധാരകളാണ് അഹ്ലുസുന്ന വൽ ജമാഅ അൽ ഫിർഖത്തുൻ നാദിയ എന്ന് ചുരുക്കം. അതാണ് യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അല്ലെങ്കിൽ അശായിറത്ത് എന്ന് പറയുന്നതായിരുന്നു. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ കൃത്യമായിട്ട് ഹദീസിൽ സൂചിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂ മൂസൽ അശ്അരി റഹ്മഹുല്ലയുടെ പിൽക്കാലത്ത് അവരുടെ പരമ്പരയിലാണ് അബുൽ ഹസൻ അശ്അരി റഹ്മഹുല്ല വരുന്നത്. അതിനെക്കുറിച്ച് നബിത്തങ്ങൾ ഹദീസുകൾ സൂചിപ്പിക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസ്, അതുപോലെ തന്നെ തൊബറാനി ഉദ്ധരിക്കുന്ന ഹദീസിലെ കാണാം, ഒരു കൗമ് നിങ്ങളിൽ വരും, അവരെ ഇവിടെ ദീന സംരക്ഷണത്തിനായി ഏറ്റെടുക്കും എന്ന് പറഞ്ഞെടുത്ത് അബൂ മുസൽ അശ്അരിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ ഗോത്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹും ഖൗമു ഹാദ എന്ന് പറയുന്നുണ്ട്. ഇവരാണ് ആ ഒരു വിഭാഗം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇമാമിങ്ങളൊക്കെ അതിന് നിരൂപിച്ചതാണ്. ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ അശ്അരിയുടെ വരവിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സൂചിപ്പിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്ത് സിഫത്ത് നിഷേധം, തഅ്തീൽ, മറ്റൊരു ഭാഗത്ത് സിഫത്തിനെ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ബാഹ്യ അർത്ഥങ്ങളെ തെറ്റായി പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം. ആ ഒരു സമയത്ത് കൃത്യമായ അഹ്ലുസുന്നയുടെ ആശയ അടിസ്ഥാനങ്ങളെ ബലപ്പെടുത്തുകയും അതിനെ സ്ഥിരപ്പെടുത്തുകയായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ല ചെയ്തിട്ടുള്ളത് എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചർച്ചയിലേക്ക് കടക്കാം. ഇവിടെ അഹ്ലുസുന്നയുടെ വിശ്വാസ അടിസ്ഥാന വിഷയങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്, നമുക്കറിയാം, സൂറത്ത് ആലി ഇമ്രാനിൻ്റെ 7-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഖുർആനിലെ വചനങ്ങൾ മുത്തശാബിഹായ ആയത്തുകളുണ്ട്, അതുപോലെ തന്നെ മുഹ്കമാത്തായ ആയത്തുകളുണ്ട്. അവിടെ തന്നെ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്, ഹൃദയത്തിന് അസുഖമുള്ള ആളുകൾ, ഹൃദയത്തിന് രോഗമുള്ള ആളുകൾ ആ മുത്തശാബിഹത്തായ, അതായത് ബാഹ്യാർത്ഥം നമുക്ക് കേട്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാകാത്ത അർത്ഥമുള്ള ആയത്തുകൾ, അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് തശ്ബീഹിലേക്കൊക്കെ പോകുന്ന ഒരു വിഭാഗം ഉണ്ടാകുമെന്നത് ഒരു സൂചന ആയത്തിൽ പറയുന്നത് കാണാം. ഈ ഒരു ആയത്തിന്, ഇത്തരം ആയത്തുകളെ, മുത്തശാബിഹാത്തുകളെ എങ്ങനെ വ്യാഖ്യാനിക്കണം, മനസ്സിലാക്കണം എന്നിടത്ത് അഹ്ലു സുന്നക്ക് രണ്ട് ത്വരീക്കുകളാണുള്ളത്, രണ്ട് പ്രസിദ്ധമായ രീതികൾ. അത് രണ്ടും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ രീതികൾ തന്നെയാണ്. ഇമാം നവവി റഹിമഹുല്ല ശറഹ് മുസ്ലിമിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത്തരം മുത്തശാബിഹാത്തുകളായ ആയത്തുകളെ വിശദീകരിക്കുന്നിടത്ത് രണ്ട് മദ്ഹബുകളാണ് ഉള്ളതെന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് പറയുന്നുണ്ട്. ഒന്നാമത്തെ മദ്ഹബ് വഹുവ മദ്ഹബു ജുംഹൂരി സലഫി വ ബഅദിൽ മുതകല്ലിമീൻ. അത് ജുംഹൂർ സലഫിലെ ഭൂരിഭാഗവും പിൽക്കാലത്തെ മുതഅഖിരീങ്ങളായ മുതകല്ലിമീങ്ങളായ ഇമാമന്മാരിലെ ബഅദും ചില ആളുകളും സ്വീകരിച്ച മദ്ഹബാണ്. അതെന്തെന്ന് വെച്ചാൽ തഫ്വീദിന്റെ മദ്ഹബ്. അത്തരം ആയത്തുകളുടെ അർത്ഥം നമുക്കറിയില്ല, അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അതിനപ്പുറത്തുള്ള വ്യാഖ്യാനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അള്ളാഹു അലം ബി മുറാദിഹി ബിദാലിക എന്നൊക്കെ പറയുന്ന രീതി. രണ്ടാമത്തെ ഒരു രീതി എന്തെന്ന് വെച്ചാൽ ഇമാം നവവി തന്നെ പറയുന്നത്, വസാനി മദ്ഹബു അക്സരിൽ മുതകല്ലിമീന വ ജമാഅത്തി മിന സലഫി. അതെന്തെന്ന് വെച്ചാൽ പിൽക്കാലത്തെ മുതഅഖിരീങ്ങളായ പണ്ഡിതന്മാരിൽ നിന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും സലഫിലെ മറ്റൊരു കൂട്ടം പണ്ഡിതന്മാരുടെയും അഭിപ്രായമാണ് തഅ്വീലിന്റെ മദ്ഹബ്. അതായത് അതിൻ്റെ ഒരു സാഹചര്യം എന്തെന്ന് വെച്ചാൽ, പിൽക്കാലത്ത് നേരത്തെ പറഞ്ഞ പോലെ തെറ്റായ രീതിയിൽ മുജസ്സിമത്ത് ഇതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയ സമയത്ത് അതിനെ എന്നാൽ കുറച്ചുകൂടെ ബൗദ്ധികമായിട്ട് ഇസ്ലാമിക വിശ്വാസ അടിസ്ഥാന കാര്യങ്ങൾക്ക് എതിരാകാത്ത രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുക. ഉദാഹരണത്തിന് യദുല്ലാഹി എന്ന് പറയുമ്പോൾ എന്തായാലും അതിൻ്റെ ബാഹ്യ അർത്ഥം ഉദ്ദേശ്യമല്ല. അപ്പോൾ പിന്നെ യദുല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അവൻ്റെ കഴിവാണ്. എങ്ങനെ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തുക എന്നതായിരുന്നു തഅ്വീൽ എന്ന് പറയുന്നത്. അതൊരു ആവശ്യകതയായിരുന്നു. കാരണം അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു വിഭാഗം അവിടെ നിലനിൽക്കുന്ന സമയത്ത് അതിനെ കൃത്യമായിട്ട് എന്താണ് നമുക്ക് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെങ്ങനെ വ്യാഖ്യാനിക്കാമെന്ന ഒരു രീതിയിലേക്ക് മാറുകയായിരുന്നു അന്നത്തെ കാലത്തെ ഇമാമിയങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചുരുക്കത്തിൽ ഇപ്പോൾ പറഞ്ഞത് തഅ്വീല്, തഫ്വീദ്, ഈ രണ്ട് നിലപാടുകളാണ് അഹ്ലുസുന്നക്കുള്ളത്. അഥവാ അത് അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ല പുതുതായി നിർമ്മിച്ചെടുത്തൊരാശയമല്ല. സലഫിൽപ്പെട്ട ഒരുപാട് മഹാന്മാർ ഈ നിലപാടുള്ളവരുണ്ട്.
പിൽക്കാലഘട്ടത്തിൽ ഭൂരിപക്ഷം ആ നിലപാടാണ് സ്വീകരിച്ചതിൻ്റെ സാഹചര്യം നാം വിശദീകരിച്ചു. പക്ഷേ ഈ തഅ്വീൽ ബിദ്അത്താണ് എന്ന് പറയുന്നതാണ് നാം പ്രശ്നവൽക്കരിക്കുന്നത്. അപ്പോൾ തഅ്വീൽ ആ സുഹൃത്ത് അതിൽ പറയുന്നുണ്ട്, തുടർന്ന് പറയുന്നത് ഈ തഅ്വീൽ ചെയ്യുന്ന സ്വഭാവം അഥവാ യദുല്ലാഹി എന്ന് പറയുമ്പോൾ ഒരു മുജസ്സിമത്ത് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ട് അത് അള്ളാഹുവിന് കരങ്ങളുണ്ട്, അള്ളാഹുവിന് കണ്ണുകളുണ്ട് എന്നെല്ലാം പറയുമ്പോൾ നാം അതിന് മറ്റൊരു അർത്ഥ സാധ്യത കൽപ്പിച്ചു കൊടുത്തുകൂടെ? അഥവാ അതിന് ഖുദ്റത്തുല്ലാഹ് എന്നൊരു അർത്ഥ സാധ്യത കൽപ്പിച്ചു കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. കാരണം ഒരു മജാസായ പ്രയോഗങ്ങൾ, ഒരു ആലങ്കാരികമായ പ്രയോഗങ്ങൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും. അതിൻ്റെ മേൽ എൻ്റെ ഒരു കൈയുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വാധീനം ആ വിഷയത്തിലുണ്ട് എന്ന രീതിയിൽ ആയിക്കൂടെ എന്നൊരു സാധ്യതയാണ് ആ മുബ്തദികളോട്, മുജസ്സിമത്തിനോട് അഹ്ലുസുന്ന വൽ ജമാഅ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇമാം അഹ്ലുസുന്ന എന്നറിയപ്പെടുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയും അതുപോലെ സ്വഹാബത്തിലെ പ്രമുഖരും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു, അതുപോലെ 4 മദ്ഹബിൻ്റെ ഇമാം ഷാഫിഈ, ഇമാം മാലിക്, അതുപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അടക്കമുള്ള ഒരുപാട് മഹാന്മാർ, സലഫിൽപ്പെട്ട മഹാന്മാർ, അവർ തഅ്വീൽ ചെയ്യുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കറിയാം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല വജാ റബ്ബുക എന്നതിന് അന്നഹു ജാ സവാബുഹു, അള്ളാഹു വന്നു എന്ന് പറഞ്ഞാൽ അതൊരു അള്ളാഹു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് ഒരു സ്ഥലമുണ്ട് എന്ന രീതിയിലേക്ക് നീങ്ങിപ്പോകും. സ്ഥലങ്ങൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ഉണ്ടല്ലോ, അപ്പോൾ അള്ളാഹുവിന് സ്ഥലം എന്തായാലും ഇല്ല. അത് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു, ലൈസ കമിസ്ലിഹി ഷൈഉൻ. അപ്പോൾ തീർച്ചയായും അതിനൊരു മറ്റൊരു അർത്ഥതലമുണ്ട്. നമ്മുടെ ചിന്തയിലേക്ക് പ്രത്യക്ഷത്തിൽ വരുന്ന ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് വരിക എന്നതിനപ്പുറത്തേക്ക് ഒരു അർത്ഥതലമുണ്ട് എന്ന വിഷയത്തിൽ എല്ലാവരും യോജിപ്പാണ്. ഇനി മറ്റൊരു ചർച്ച രൂപപ്പെടുന്നത്, അഥവാ അതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം ഉദ്ദേശമല്ല എന്നിടത്ത് സലഫും ഖലഫും അവർ ഏകോപിതരാണ്. പിന്നീടുള്ള ചർച്ച എന്ന് പറയുന്നത് അതിന് മറ്റൊരു അർത്ഥ സാധ്യത കൽപ്പിക്കണോ, അതല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ അറിയൂ എന്നാണോ പറയേണ്ടത്? തഅ്വീൽ തഫ്വീൽ, അത് തഅ്വീൽ ചെയ്ത പണ്ഡിതന്മാരുണ്ട്. അഥവാ ഞാൻ പറഞ്ഞ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അതിന് ജാ സവാബുഹു എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രതിഫലം അന്ന് നിശ്ചയിക്കപ്പെടുന്നു, അന്ന് വരുന്നു എന്ന രീതിയിൽ മഹാനരായ ഇബ്നുൽ ജൗസി റഹിമഹുല്ല അവിടുത്തെ ദഫ്ഉ ശുബഹി തശ്ബീഹിൽ അത് ഉദ്ധരിക്കുന്നുണ്ട്. ആ സനദിനെ സംബന്ധിച്ച് വഹാദ ഇസ്നാദുൻ ലാ ഉമാറ അലൈഹി എന്ന് ഇമാം ബൈഹഖി റഹിമഹുല്ല പറയുന്നുമുണ്ട്. അതുപോലെ ഇബ്നു അബ്ബാസ് റഹിമഹുല്ല അവിടുത്തെ തഅ്വീൽ ഇമാം ബുഖാരി അടക്കം പല ഇമാമുകൾ ഉദ്ധരിച്ചതായി കാണാം. ചുരുക്കത്തിൽ ഇമാമിന് നവവി റഹിമഹുല്ല അവിടുത്തെ ശറഹ് മുസ്ലിം അടിവരയിട്ട് പറഞ്ഞു, ഇനി സംശയിക്കേണ്ട ആവശ്യമില്ല, ഈ 2 നിലപാടുകളും അത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിലപാടുകളാണ്. പക്ഷേ ആ തഅ്വീൽ എന്ന നിലപാടിനെ ഇവർ അത് തെറ്റിദ്ധരിക്കുന്നുണ്ട്, അഥവാ അതിനെ വിമർശിക്കുന്നുണ്ട്, തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അവർ വിമർശിക്കുന്നുണ്ട്, അത് ബിദ്അത്താണ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അവർ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു വിമർശനമല്ലാതെ ഹിജറ 7-ാം നൂറ്റാണ്ടുകളിൽ കടന്നു വരുന്ന ഇസ്ലാമിക പണ്ഡിത ലോകം മാറ്റി നിർത്തിയ ഒരു പണ്ഡിതനാണ് ഇബ്നു തൈമിയ്യ. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ തഅ്വീലിനെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. ആ ഒരു വിമർശനം അപ്പാടെ കോപ്പി അടിച്ചതാണ് ഇവർ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നത് ഈ അഹ്ലുസുന്നയുടെ തഅ്വീൽ തഫ്വീദ് എന്ന നിലപാടിനേക്കാൾ അധികം ആ 2 നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഇബ്നു തൈമിയ്യക്കുള്ളത് എന്നാണ് തോന്നുന്നത്. അങ്ങനെ അല്ലേ? അതായത് ഇബ്നു തൈമിയ്യ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, നമുക്കറിയാം കാലങ്ങളായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു സഈദ് ഇബ്നു കല്ലാബിൻ്റെ കാലം, അങ്ങനെ ഇമാം അബുൽ ഹസൻ അശ്അരിയുടെ കാലം, പിൽക്കാലത്ത് അങ്ങനെ കൈമാറി ഇമാം ഗസാലിയുടെ കാലം, ഇമാം റാസിയുടെ കാലം, അവരൊക്കെ ഈ മദ്ഹബിനെ കൃത്യമായി ക്രോഡീകരിക്കുകയും അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തവരാണ്. എന്നിട്ട് വളരെ വൈകിയാണ് പിൽക്കാലത്ത് ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന വ്യക്തി വന്നുകൊണ്ട് പറയുന്നത് ഈ അശായിറത്ത് ബിദ്അത്താണ്, അങ്ങനെ തഅ്വീൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. പക്ഷേ തഅ്വീൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോഴും അവർ സ്വീകരിക്കുന്ന നിലപാട് തഫ്വീൽ അല്ലതാണ്. അതിനപ്പുറത്ത് അവര് അങ്ങനെ യദുല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഈ കൈയുണ്ട് എന്നാലും ഖുർആനിൽ വന്നിട്ടുണ്ട്, അതിന് കൈഫ് അറിയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉരുളുന്നൊരു സാഹചര്യമാണത്. രൂപം അറിയില്ല, രൂപം നമുക്കറിയില്ല, അള്ളാഹു ഇരുന്നിട്ടുണ്ട്.
പക്ഷെ ഇബ്നു തൈമിയെ കുറിച്ച് തന്നെ അദ്ദേഹത്തിന്റെ സമകാലികരായ പണ്ഡിതന്മാരെല്ലാം അദ്ദേഹത്തെ ഈ വാദത്തിന് വലിയ റദ്ദ് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സൊഫീൽ ഹിന്ദിയെ പോലെ, സുബുക്കിമാനെ പോലത്തവരൊക്കെ അദ്ദേഹത്തെ ശക്തമായി എതിർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്തെ ചരിത്രകാരനായിരുന്ന ഇബ്നു ബത്തൂത്ത അദ്ദേഹത്തിന്റെ റിഹ്ലയിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇബ്നു തൈമിയെ കണ്ട സമയത്ത് അദ്ദേഹം ഇങ്ങനെ പള്ളിയുടെ മിമ്പറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യൻസിലു തബാറക തആല എന്ന് പറഞ്ഞ ആ ഹദീസിനെ അങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന രൂപം അവരുടെ സമകാലികരായ ആളുകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പൊ തഫ്വീദിന്റെ ആളുകളാണ് എന്ന് അവർ പറയുമ്പോഴും അവർക്ക് തഫ്വീദ് എന്താന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല. അഥവാ അതിന്റെ പ്രത്യക്ഷാർത്ഥം എന്തായാലും ഉദ്ദേശമല്ല. അപ്പൊ അതിനെന്തോ മറ്റൊരു അർത്ഥതലമുണ്ട്, അത് അള്ളാഹുവിനെ അറിയാം. അതാണല്ലോ ഇമാം നവവി റഹിമഹുല്ലാഹ് വിശദീകരിച്ചതല്ല. അതിനെ മനസ്സിലാക്കാതെയാണ് ഇബ്നു തൈമിയ്യ തൻ്റെ പുത്തൻ വാദവുമായി രംഗത്ത് വന്നത്. ആ വാദത്തെ എന്നിട്ടാണ് അദ്ദേഹം വലിയ അയിമത്തുകൾ അഥവാ പറഞ്ഞല്ലോ എന്താ തബീഉൽ കദീബുൽ മുഫ്തരിയിൽ 4 തബഖകളായി അശായറത്തിന്റെ ഉലമാഇനെ പരിചയപ്പെടുത്തും. നമുക്കത് വിശദമാക്കാം. അതുപോലെ തബഖാത്തിലെല്ലാം തബഖാത്തു ശാഫിഇയ്യത്തുൽ കുബ്രയിൽ സുബ്കി ഇമാം ഒരുപാട് ഉലമാഇനെ അശായറത്തായി പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം വളരെ കുറവാണ് എന്ന് പറയുന്നുണ്ട്. അവരെ എല്ലാം മുബ്തദിയായി തള്ളി തൻ്റെ ചിന്തയിൽ വന്നൊരു ദുർബലമായ ആശയം അതിനുവേണ്ടിയായിരുന്നു ഇബ്നു തൈമിയ്യ വാദിച്ചത് എന്ന് പറയാം. അപ്പോൾ ഇബ്നു തൈമിയ്യയുടെ ഈ വാദത്തെ പിന്താങ്ങിക്കൊണ്ടാണ് പിൽക്കാലത്ത് വന്ന വഹാബികളാണെങ്കിലും അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ ആ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് അഹ്ലുസുന്നയുടെ ഈ 2 ത്വരീഖുകൾക്കും അപ്പുറത്ത് ഒരു ബിദ്അത്തായ ഒരു രൂപം സ്വീകരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ കേവല ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകും. അതായത് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചു ലൈസ കമിസ്ലിഹി ഷൈഉൻ ഫിൽ അർദ് എന്ന് പറഞ്ഞ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ അത്ര മതി. ഒരിക്കലും സൃഷ്ടികളുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല സൃഷ്ടാവ് എന്ന ഒരു ബോധ്യം. അതിൽ നിന്ന് മാറുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളിലേക്ക് ഈ ആയത്തുകളെയോ ഹദീസുകളെയൊക്കെ ആ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു ഗതികേടിലേക്ക് അവർ പോകുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ പിൻപറ്റി വരുന്ന നമ്മുടെ സമകാലികരായ വഹാബികൾ പറയുന്നത് നമുക്ക് കേട്ടാൽ മനസ്സിലാകും അവരുടെ വിശ്വാസം എത്രത്തോളം അധപ്പതിച്ചു പോയിട്ടുണ്ട്. നമുക്ക് ഉദാഹരണത്തിന് ഒരു ക്ലിപ്പ് കേട്ട് നോക്കാം. അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ടെന്നും അള്ളാഹ്ക്ക് ആകൃതി ഉണ്ടെന്നും ഒക്കെ മുജാഹിദുകൾ വിശ്വസിക്കുന്നു എന്നാണ് ഈ മുസ്ലിയാക്കന്മാർ പറയുന്നത്. അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്, അത് ഖുർആനിൽ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോ അള്ളാഹുവിനക്ക് അവയവങ്ങളുണ്ട് എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ വെച്ചിട്ട് ഇവരെങ്ങനെയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കിയെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അൽ ഇലാഹ് എന്ന ഒരു സത്യത്തെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. മക്കയിലെ മുശ്രിക്കീങ്ങളൊക്കെ മനസ്സിലാക്കിയ പോലെ എന്തോ സ്വർണം കൊണ്ടോ അങ്ങനെയൊക്കെ അവർ ചോദിച്ച പോലെ ഇവർ മനസ്സിലാക്കിയ കേവല ചുരുങ്ങിയ എന്താ പറയുക ഈ പ്രാപഞ്ചിക വ്യവസ്ഥക്കുള്ളിലേക്ക് ഇലാഹിനെ എടുത്തു കൊണ്ടുവരാനുള്ള ഒരു പ്രവണതയാണ് ഇത്തരം ദുർവ്യാഖ്യാനങ്ങളിലൂടെ ഇവർ എത്തിച്ചേരുന്നത് എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ അഹ്ലുസുന്നയുടെ നിലപാടിൽ നിന്ന് വ്യതിചരിച്ചവർ യഥാർത്ഥത്തിൽ ഇവരാണ്. ഇവർ അശായറത്തിനെതിരെ അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചരിച്ചത് അശായറത്താണെന്ന് പറയുന്നു. പക്ഷെ അഹ്ലുസുന്നയുടെ നിലപാടായ ഈ 2 നിലപാടുകൾക്കപ്പുറം സഞ്ചരിച്ച് അള്ളാഹുവിനെ സൃഷ്ടികളോട് സമീകരിക്കുന്ന ഒരു തജ്സീമിൻ്റെ നിലപാടുകളിലേക്ക് ഇവർ അറിയാതെ എത്തിച്ചേരുകയാണ് എന്ന് പറയാം. അപ്പോൾ യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ചെയ്തത് സിഫത്ത് നിഷേധികളായ ഒരു വിഭാഗത്തിൻ്റെയും അത് സിഫത്തിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെയും ഇടയിൽ കൃത്യമായ ഉമ്മത്തൻ വസത്ത എന്ന് പറയുന്നത് പോലെ ശരിയായ ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇവർ ചിലപ്പോൾ അശ്അരികൾ തഅ്തീൽ ചെയ്യുന്നവരാണ്, സിഫത്ത് നിഷേധികളാണെന്നൊക്കെ പറയാറുള്ളത്. അതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പറയുന്നതാണ്. യഥാർത്ഥത്തിൽ അശ്അരികൾ സിഫത്തുകൾ നിഷേധിച്ചിട്ടില്ല, മറിച്ച് സിഫത്തുകളെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു അസാക്കിർ റഹിമഹുല്ലാഹ് തന്നെ അവിടുത്തെ തബീൻ കദീബുൽ മുഫ്തരിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ലൈസു മുഅ്തസില വലാ നുഫാതൻ ലിസിഫാത്തില്ലാഹി മുഅത്തില. അവര് അതായത് അശ്അരികൾ സിഫത്ത് നിഷേധികളായിരുന്നില്ല, മറിച്ച് ലാക്കിന്നഹും യുസ്ബിതൂന ലഹു സുബ്ഹാനഹു മാ അസ്ബതഹു ലിനഫ്സിഹി മിനസ് സിഫാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നഫ്സിനിക്ക് പരിചയപ്പെടുത്തിയ സിഫാത്തുകളെ അതിനെ അള്ളാഹുവിനിക്ക് സ്ഥിരപ്പെടുത്തുന്നവരായിരുന്നു അശായറത്ത്.
വയസിഫൂനഹു ബിമാ ഇത്തസഫ ബിഹി ഫി മുഹ്കമിൽ ആയാത്ത്. മുഹ്കമുൽ ആയാത്തിൽ അള്ളാഹുവിനിക്ക് സ്ഥിരപ്പെട്ടു വന്ന വിശേഷണങ്ങൾ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന് വിശേഷിപ്പിക്കുകയും മറ്റുള്ള തെറ്റിദ്ധരിപ്പിക്കൽ തോന്നുന്ന വാചകങ്ങളെ തെവീൽ ചെയ്യുകയുമാണ് അശായറത്ത് ചെയ്തിട്ടുള്ളത് എന്നത് കൃത്യമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അതിന് രണ്ടിനും ഇടയിലുള്ള മുജസ്സിമത്താകുന്ന ഒരു വിഭാഗത്തിൻ്റെയും മുഅ്തസിലത്താകുന്ന സിഫത്തിനെ പറ്റി നിഷേധിക്കുന്ന വിഭാഗത്തിൻ്റെ ഇടയിലും കൃത്യമായ ഏറ്റവും അനുയോജ്യമായ രീതി സ്വീകരിച്ചു എന്നതാണ് അഹ്ലുസുന്നയെ എക്കാലത്തും അങ്ങനെ കാലാന്തരമായിട്ട് കൈമാറി പാരമ്പര്യമായിട്ട് ഇങ്ങോട്ട് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ അവരുന്നയിക്കുന്ന മറ്റൊരു ആരോപണമാണ് വിശ്വാസ കാര്യങ്ങളിൽ അശായിറത്ത് ഖബർ ആഹാദിനെ സ്വീകരിക്കില്ല. ഖബറുകൾ രണ്ടായിട്ടാണ്, ഖബർ ആഹാദ്, ഖബർ മുത്തവാത്തിർ. ഖബർ മുത്തവാത്തിർ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് നമ്മളൊരിക്കലും കളവിന് സാധ്യതയില്ലാത്ത തരത്തിൽ ഒരു സംഘം അങ്ങനെ മറ്റൊരു സംഘത്തിന് അങ്ങനെ കൈമാറി വന്ന് അതൊരു ഉറപ്പുള്ള കാര്യമായിരിക്കും. അതായത് നമ്മളുടെ ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്തെന്ന് വെച്ചാൽ നേരത്തെ സൂചിപ്പിച്ചല്ല, ഉറപ്പുള്ള വിഷയങ്ങളായിരിക്കണം വിശ്വാസ കാര്യങ്ങളിൽ. അതായത് ഉസൂലുൽ അഖായിദ് എന്ന് പറയാം, അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങളിൽ ഉറപ്പുള്ള കാര്യങ്ങളെ കൊണ്ടേ നമുക്ക് തെളിവിടിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതായത് അത് വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, വിശ്വാസ കാര്യങ്ങളെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ഇൽമ് എന്നാണ് പറയുന്നത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ഏകനാണെന്ന് അറിയേണ്ടത് ഉറപ്പ് വേണം, യഖീൻ ഇൽമ് വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ്, യഖീനില്ലാത്ത വിഷയം, ഇൽമില്ലാത്ത വിഷയത്തെ പിന്തുടർന്നുകൊണ്ട് വിശ്വാസ കാര്യങ്ങൾ മനസ്സിലാക്കരുത് എന്ന് ഇമാമിങ്ങളൊക്കെ അവിടെ വിശദീകരിച്ച് കാണാം. അപ്പോൾ യഥാർത്ഥമായ ഉസൂലുൽ അഖായിദ് ആകുന്ന അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ ഉറപ്പ് വേണം. ഉറപ്പ് കിട്ടുക എന്നുള്ളത് മുത്തവാത്തിറായി നമുക്ക് കൈമാറി വന്നിട്ടുള്ള ഖുർആൻ കൊണ്ടോ അതല്ലെങ്കിൽ തവാത്തിറായി രൂപപ്പെട്ടു വന്നിട്ടുള്ള ഹദീസുകൾ കൊണ്ട് മാത്രമായിരിക്കും ഉറപ്പ് കിട്ടുക. അതല്ലാതെ ഖബർ അഹാദുകൾ അതുകൊണ്ട് ലന്നാണ് കിട്ടുക. അത് ഫുറൂഇയായ മസലകൾ, ഫുറൂഉൽ അഖായിദ്, അതായത് വിശ്വാസ കാര്യങ്ങളിൽ തന്നെ ചില അനുബന്ധമായ വിഷയങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ഫുറൂകളായ കർമ്മശാസ്ത്രം പോലത്തെ വിഷയങ്ങളിലൊക്കെ അത് പിടിക്കാൻ കഴിയും. കാരണം അവിടെ ലൊന്ന് മതി എന്നുള്ളതാണ്. പക്ഷെ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ യഖീന് വേണം, ഉറപ്പ് വേണം. അവിടെ എന്തായാലും ഖബർ മുത്തവാത്തിറാണ് പിടിക്കേണ്ടത് എന്നാണ് യഥാർത്ഥത്തിൽ അശായറത്ത് പറയുന്നത്. അതായത് അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും ഉറപ്പുള്ളത് കൊണ്ടേ പിടിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിനെയാണ് ഇവര് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഹദീസ് നിഷേധം അല്ലെങ്കിൽ പ്രമാണ നിഷേധം എന്നൊക്കെ പറയാൻ പോകുന്നത്. അടിസ്ഥാന വിശ്വാസ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ചാലേ ഒരാൾ മുസ്ലിം ആവും. ഇനി അത് വിശ്വസിച്ചില്ലെങ്കിൽ ഇസ്ലാമിന് പുറത്തു പോകും. അപ്പൊ അങ്ങനെ ഒറ്റ വിശ്വാസ കാര്യങ്ങൾ സ്ഥിരപ്പെടണമെങ്കിൽ മുത്തവാത്തിറായ കളവിന് മേൽ കളവ് പറയാൻ അസംഭവ്യമാവുന്ന രൂപത്തിലുള്ള ആളുകൾ പറഞ്ഞ വിഷയങ്ങളിലൂടെ സ്ഥിരപ്പെട്ടതേ നമുക്ക് നിർബന്ധമായി വിശ്വസിക്കേണ്ടതുള്ളൂ. അതാണ് ഈ ഉസൂലുൽ അഖായിദ് എന്നാണല്ലോ. മറിച്ചുള്ള വിഷയങ്ങൾ, ഇപ്പോൾ അള്ളാഹു ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ്, മലായിക്കത്തുണ്ട്, ഇതൊക്കെ മുത്തവാത്തിറായ ഖബറിലൂടെ സ്ഥിരപ്പെട്ട വിഷയങ്ങൾ, അത് ആണ് ഉസൂലുൽ അഖായിദ്. അത് വിശ്വസിക്കണമെങ്കിൽ ഖബർ മുത്തവാത്തിർ വേണം. അത് നമ്മൾ നിഷേധിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇനി അവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ കർമ്മശാസ്ത്ര മേഖലയിൽ അവിടെ നമുക്ക് ഖബർ മുത്തവാത്തിർ ആവശ്യമില്ല. ഖബർ ആഹാദ് നാം സ്വീകരിക്കും, കർമ്മപരമായ കാര്യങ്ങൾ അങ്ങനെ സ്ഥിരപ്പെടും. അതുപോലെ ഫുറൂഉൽ അഖായിദ്, നമ്മൾ അള്ളാഹുവിനെ കണ്ടോ ഇല്ലയോ, മിറാജിന്റെ രാത്രി എന്നൊരു ചർച്ച ഉലമായുടെ ഇടയിലുണ്ട്. അപ്പോൾ അവിടെ അഹ്ലുസുന്നയിൽപ്പെട്ട ഉലമാ തന്നെ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. പക്ഷെ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഖബർ വാഹിദിലൂടെ സ്ഥിരപ്പെട്ട ഒരു ആശയമായതുകൊണ്ടാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു രണ്ട് വ്യാഖ്യാനങ്ങൾ ഉണ്ടായതുകൊണ്ട് അവിടെ ഏത് വ്യാഖ്യാനത്തിന് പിറകിൽ പോയാലും നമ്മൾ അഹ്ലുസുന്നയിൽ നിന്നോ ഇസ്ലാമിൽ നിന്നോ പുറത്തു പോകുന്നില്ല. ഇപ്പൊ ചുരുക്കത്തിൽ ഇവര് പറയുന്നത് ഖബർ വാഹിദുകളെ ആഹാദുകളെ നമ്മൾ തള്ളിയെന്നാണ്. നമ്മൾ ഹദീസ് നിഷേധികളാണെന്നാണ്. അഥവാ ഖബർ വാഹിദിനെ നമ്മൾ തീരെ പരിഗണിക്കുന്നില്ല എന്നുള്ള രൂപത്തിലാണ് ഇവിടെ സംസാരം പോണത്. ഇത് വളരെ നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങൾ മുസ്ലിം ആവണമെങ്കിൽ നിർബന്ധമായി വിശ്വസിക്കേണ്ടത് അത് ഖബർ മുത്തവാത്തിലൂടെ വരണം. അല്ലാത്ത വിഷയങ്ങൾ വിശ്വസിച്ചാൽ ഇസ്ലാമിൽ നിന്നോ ഇസ്ലാം പുറത്തു പോകാത്ത പല വിഷയങ്ങളുണ്ടാവും വിശ്വസിച്ചിട്ടില്ലെങ്കിലൊക്കെ. അത് ഖബർ ആഹാദിലൂടെ സ്ഥിരപ്പെട്ട നമുക്ക് വിശ്വസിക്കാം. അത് അഹ്ലുസുന്നയുടെ ഉലമാ വിശദീകരിക്കുന്നുണ്ട്. ഓരോ വിഷയങ്ങൾ അങ്ങനെ അഖീദ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ
ഫിഖ് തന്നെ ഖബർ വാഹിദിലൂടെ തന്നെയാണ് ഭൂരിഭാഗം കാര്യങ്ങളും നമ്മൾ സമർത്ഥിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹദീസ് നിഷേധികളാക്കുന്നവരാരാ? അതൊന്നും ചിന്തിക്കണം. ഹദീസ് നിഷേധത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നമ്മുടെ ഈച്ച മുജാഹിദ് എന്നൊക്കെ ഒരു പ്രസിദ്ധമായൊരു ടെർമിനോളജി അടുത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അഥവാ ഈച്ചയുമായി ബന്ധപ്പെട്ട ഒരു ഹദീസിനെ ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയില്ല എന്ന് എങ്കിലേ അത് സ്വീകരിക്കാൻ പറഞ്ഞ് പറ്റുള്ളൂ. അവിടെ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു തഖദീമുൽ എന്ന് കേവല ബുദ്ധിയെ മറ്റുള്ള അങ്ങനെ ആ അർത്ഥം നൽകുകയാണെങ്കിൽ അത് അവർക്ക് നമുക്ക് വിമർശനമായി ഉദ്ധരിക്കാമോ. അങ്ങനെ ഒരുപാട് ഹദീസുകളെ അവർ നിഷേധിക്കുന്നതായി കാണാം. അശായറത്ത് പറഞ്ഞാൽ ഈ ഒരു ആശയം ഖബർ മുത്തവാത്തിർ ആണ് ഉസൂൽ അഖായിദിൽ ഹുജ്ജത്തായി തെളിവായി സ്വീകരിക്കുക എന്നുള്ളത് നാം പറഞ്ഞുണ്ടാക്കിയല്ലോ. ഇമാമുൽ റാസി റഹിമഹുല്ലാഹ് അവിടുത്തെ അസാസു തഖ്ദീസിലെ അടക്കം ധാരാളം വിശദീകരിക്കുന്നുണ്ട് ഈ വിഷയം. അപ്പോൾ അവരൊക്കെ മുബ്തദികളായി, അവരൊക്കെ ഹദീസ് നിഷേധികളായി, നാം മാത്രം അവര് മാത്രം പോകുന്ന ഒരു സ്വർഗം, അവർക്ക് മാത്രം അഹ്ലുസുന്ന, അവർക്ക് മാത്രം സ്വർഗം എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ അത് അത്ര അധികം നീതിയുക്തമല്ല എന്നാണ് പറയാനുള്ളത്. മറ്റൊരു പ്രധാന വിമർശനം എന്തെന്ന് വെച്ചാൽ, ഇവർ പറയുന്നത് ഇതൊക്കെ ഇവിടെ സ്ഥിരപ്പെടുത്തി ഈ വിശ്വാസ കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായ റൂട്ട് കാണിച്ചെന്ന ഇമാം അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലാഹ് ഈ അശായറത്താകുന്ന മദ്ഹബിൽ നിന്ന്, അതായത് അഹ്ലുസുന്നയാകുന്ന അശായറത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്, ഇവർ പറയുന്ന ഏതൊരു വിഭാഗത്തിലേക്ക് മാറിയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിനുവേണ്ടി അവർ ഉപയോഗപ്പെടുത്താറുള്ളത് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അവരുടെ അൽ ബിദായത്ത് വൻ നിഹായയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് അത് വെച്ചുകൊണ്ടാണ് ഇത് നമുക്ക് വിശദീകരിക്കുക. അതിനു മുമ്പ് അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലാഹ് ഇഅ്തിസാലിലായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമാണ്. അതിൽ നിന്ന് മടങ്ങി അതിനുശേഷം അക്കാലഘട്ടത്തിലെ അഹ്ലുസുന്നയുടെ നേതൃത്വമായിരുന്ന സഈദ് ഇബ്നു ഖുത്താൻ, ഇബ്നു കുല്ലാബ് എന്നറിയപ്പെടുന്ന ഇമാം അവറുകളുടെ ആ ഒരു രീതിയിലേക്ക് മാറുന്നു. അതിനുശേഷം അതിൽ നിന്നും മാറിക്കൊണ്ട് അവസാന കാലഘട്ടത്തിൽ ഇബാനയിലൂടെയൊക്കെ അതിൽ നിന്ന് മാറി ഇന്ന് വഹാബികൾ പ്രതിനിധാനം ചെയ്യുന്ന ഇബ്നു തൈമിയ്യ പരിചയപ്പെടുത്തിയ ഒരു ആശയത്തിലേക്ക് അബുൽ ഹസൻ അശ്അരി മടങ്ങിയിട്ടുണ്ട്. അതേസമയം സഈദ് ഇബ്നു കുല്ലാബ് റഹിമഹുല്ലാഹ് നാം ഇന്ന് വിശ്വസിക്കുന്ന വിശ്വാസം സൃഷ്ടിച്ചെടുത്തത് എന്ന് അവരാരോപണം സൃഷ്ടിച്ചെടുത്തത് സഈദ് ഇബ്നു കുല്ലാബാണ്. സഈദ് ഇബ്നു കുല്ലാബ് അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ച വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ സഈദ് ഇബ്നു കുല്ലാബ് റഹിമഹുല്ലാഹയെ സംബന്ധിച്ച് ഉലമാ പറയുന്നത് അവരെ അഹ്ലുസുന്നയിലെ പ്രധാനിയാണ് എന്നാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷഹ്റസ്താനി അവിടുത്തെ അൽമിലും അന്നിഹലിലും അവിടുന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. കാലഘട്ടത്തിലെ സഈദ് ഇബ്നു കുല്ലാബ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഹാരിസുൽ മുഹാസബിയും അതുപോലെ അബുൽ അബ്ബാസുൽ ഖലാനിസിയും ഒക്കെ ഹൗലാഹി കാനൂ മിൻ ജുംലത്തി സലഫി, അവരായിരുന്നു ആ കാലഘട്ടത്തിലെ സലഫിന്റെ ജുംലയിൽപ്പെട്ടവരായിരുന്നു കൃത്യമായി പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഖാദി ഷുഹബ അവിടുന്ന് പറയുന്നത് കാനമിൻ കിബാരിൽ മുത്തക്കല്ലിമീൻ മിൻ അഹ്ലി സുന്ന എന്നാണ്. ബഹുമാനപ്പെട്ട ഇമാം സുബിക്കി, അതുപോലെ തന്നെ ഹാഫിൾ ഉദ്ദഹബി സിയർ അലാമിൻ നുബലായിൽ, അൽ ഫിഹ്റസ്തിൽ ഇബ്നു നദീം, അങ്ങനെ പലരും ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അക്കാലഘട്ടത്തിൽ അഹ്ലുസുന്നയുടെ നേതൃത്വമായിരുന്നു ആര്? സഈദ് ഇബ്നു കുല്ലാബ് റഹിമഹുല്ലാഹ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇമാം ബുഖാരിയുടെ ഗുരുപരമ്പരയിൽ വരുന്ന അതാ ഒരു വ്യക്തി കൂടിയാണ് സഈദ് ഇബ്നു കുല്ലാബ് റഹിമഹുല്ലാഹ്. അപ്പോൾ ചുരുക്കത്തിൽ ഇബ്നു തൈമിയ്യ നിർമ്മിച്ചെടുത്ത ആ കാലത്തിലെ ഉലമാ ഒന്നടങ്കം വിമർശിച്ച ഒരു ബിദഈ വിശ്വാസത്തെ സമർത്ഥിക്കാൻ സലഫിലെ പ്രധാനിയായ ഒരു ആലിമ്, ഒരു പണ്ഡിതനെ ബിദഈയായി ചിത്രീകരിക്കുന്നത് വളരെ ക്രൂരമായൊരു ഗൗരവപരമായ കൂടിയ ഒരു കാര്യമാണ്. അപ്പോൾ ഇവര് പറഞ്ഞു വരുന്നത് ആ സഈദ് ഇബ്നു കുല്ലാബ് റഹിമഹുല്ലാഹയുടെ നിലപാട് എന്നത് തഅ്വീല് കുറച്ച് തഅ്വീല് അതാണ് ഉദ്ദേശിക്കുന്നത്. തഅ്വീലിൽ നിന്ന് മാറി തഅ്വീല് ബിദ്അത്താണെന്നാണല്ലോ അവരുടെ ആരോപണം. പിന്നീട് കിതാബുൽ ഇബാനയിൽ സ്വീകരിച്ചത് തഫ്വീദാണ്, അത് ഞങ്ങൾ പറയുന്ന രീതിയാണ് എന്നാണ് അവർ പറയുന്നത്. സഈദ് ഇബ്നു കുല്ലാബ് റഹിമഹുല്ലാഹ് അവിടുന്ന് മുബ്തദിയാണെന്നാണ് ഇവർ വാദിക്കുന്നത്. അവിടുത്തെ നിലപാടിൽ നിന്ന്, അഥവാ തഅ്വീൽ എന്ന നിലപാടിൽ നിന്ന് തഫ്വീദ് എന്ന നിലപാടിലേക്ക് മാറി. അഥവാ തഫ്വീദാണ് ഇവര് സങ്കല്പിക്കുന്ന ഒരു തഫ്വീദുണ്ട്, ആ നിലപാടാണ് ഇബാനയിൽ എന്നാണ് ഇവര് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ മർഹലയായി ഇബ്നു കസീർ പറയുന്നത് കിതാബുൽ ഇബാനയിലെ അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലാഹയുടെ നിലപാടാണ്, അഥവാ തഫ്വീദ്. അപ്പോൾ ആ തഫ്വീദ് ഇവരിന്ന് പരിചയപ്പെടുത്തുന്ന ഒരു അതിതീവ്രമായ ഒരു നിലപാടാണ് എന്നിവർ തെറ്റിദ്ധരിച്ചുകൊണ്ട് അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലാഹ് അവസാനം കിതാബുൽ ഇബാനയിൽ ഞങ്ങളുടെ നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന്
കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തെ മുഖ്യധാരാ മുസ്ലിമീങ്ങൾ അശായറത്ത് അവർ ഫോളോ ചെയ്യുന്നത് അബുൽ ഹസൻ അശ്അരി ഒഴിവാക്കിയ ഒരു ആശയത്തെയാണ് എന്നാണ് ഈ ഒരു ആരോപണത്തിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് എന്നറിയപ്പെടുന്ന ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ല അവിടുത്തെ ലിസാനുൽ മീസാനിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അവിടുന്ന് പറയുന്നുണ്ട് വഅലാ ത്വരീഖത്തിഹി, അതായത് യാനി ഇബ്നു കുല്ലാബ് റഹ്മഹുല്ല ഏതൊരു ആശയാണോ സ്വീകരിച്ചത് ആ ആശയത്തിലാണ് മശൽ അശ്അരി ഫി കിതാബിൽ ഇബാനയിൽ ഇമാം അശ്അരി റഹ്മഹുല്ല സ്വീകരിച്ചതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇബാനയിലൂടെ ഇമാം അശ്അരി സയ്യിദ് ഇബ്നു കുല്ലാബിന്റെ മദ്ഹബ് വിട്ടു എന്ന് പറയുന്നത് എത്രമാത്രം വിഡ്ഢിത്തരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ വിഷയത്തിന് ഇവർ തെളിവ് ഉദ്ധരിക്കുന്നത് ഇബ്നു കസീർ, അദ്ദേഹം 8-ാം നൂറ്റാണ്ടിൽ 7-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു പണ്ഡിതനാണ്. ഇവിടെ ഒരു ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് ഈ 3 അവസ്ഥകൾ, 3 അഹ്വാൽ, അതിനെ സംബന്ധിച്ച് മഹാനരായ അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലാഹ് ജീവിക്കുന്നത് ഹിജ്റ 300-കളിലാണ്. അതിനുവേണ്ടി അവർ തെളിവ് ഉദ്ധരിക്കുന്നത് ഇബ്നു കസീർ പറഞ്ഞൊരു വിഷയമാണ്. അദ്ദേഹം പറയുന്നുണ്ട് 3 അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലാഹ്. അപ്പൊ ആദ്യത്തെ അവസ്ഥയെ പരിചയപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ അത് എഴുത്തിസാലി അവലുഹ ഹാലുൽ എഴുത്തിസാൽ എന്ന് പറയുന്നുണ്ട്. മുഅ്തസിലി പക്ഷത്തായിരുന്നു ആദ്യം. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട് റജഅ അൻഹ ലാ മഹാലത, ആ ഒരു ആശയത്തിൽ, ആ ഒരു അവസ്ഥയിൽ നിന്ന് അദ്ദേഹം പിന്മാറിയിട്ടുണ്ട്. പിന്നീട് എവിടേക്കും സയ്യിദ് ഇബ്നു കുല്ലാബ് റഹിമഹുല്ലാഹയുടെ ആ ത്വരീഖിലേക്ക് മാറി. രണ്ടാമത്തെ അവസ്ഥ എന്നത് തഅ്വീലിന്റെ അവസ്ഥയാണ്. പിന്നീട് പറയുന്നത് 3-ാമത്തെ അവസ്ഥ അത് തഫ്വീദിന്റെ നിലപാടാണ്. അവിടെ മഹാനവറുകൾ പറയുന്നത് വൽ ഹാലു സാലിസു ഇസ്ബാത്തു ദാലിക മിൻ ഗൈരി തകീഫിൻ വല തശ്ബീഹിൻ ജറിയൻ അല മിൻവാലി സലഫി വഹിയ ത്വരീഖത്തുഹു ഫിൽ ഇബാന അല്ലതി സന്നഫ ആഖിറ വശറഹഹ. എന്നിട്ട് അത് ആ കിതാബിന് ഇബാനയെ സംബന്ധിച്ച് പറയുമ്പോൾ ധാരാളം അയിമത്തുകൾ പിരിക്കാതെ ശർഹ ചെയ്ത ഗ്രന്ഥം കൂടിയാണ്. അപ്പോൾ ഇബാനയിൽ സ്വീകരിച്ചത് തഫ്വീദ് എന്ന നിലപാടാണ്. അതിൻ്റെ മുമ്പത്തെ അവസ്ഥയിൽ തഅ്വീൽ എന്ന നിലപാടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ തഫ്വീദ് ഇവർ വിശ്വസിക്കുന്ന ഒരു രൂപമാണ്. അഥവാ ഇവർ പറയുന്ന അള്ളാഹു ഇരുന്നിട്ടുണ്ട്, ആകാശന്മേൽ ഇരുന്നിട്ടുണ്ട്, അതിന്റെ രൂപം നമുക്കറിയില്ല. ഇബ്നു തൈമിയ്യ പറഞ്ഞല്ലോ ആകാശത്ത് നിന്ന് ഇറങ്ങുന്ന രൂപം ഇറങ്ങിയിട്ടുണ്ട്, അടിയിൽ നിന്ന് താഴേക്ക് തന്നെയാണ് ഇറങ്ങിയത്, പക്ഷെ അതിന്റെ രൂപം നമുക്കറിയില്ല. കൈഫുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുക, അത് നമുക്കറിയില്ല. പക്ഷെ ഇവിടെ ഈ കിതാബുൽ ഇബാനയിൽ പറഞ്ഞത് മിൻഗൈരി തകീഫിൻ വലാ തശ്ബീഹിൻ, അവിടെ തഫ്വീദ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞ സലഫിൻ തന്നെ 2 നിലപാടുണ്ട്, തഅ്വീൽ എന്നതും തഫ്വീദ് എന്നതും. പക്ഷെ ഇവിടെ ഇബ്നു കസീർ ആദ്യം എഴുത്തിസാലിന്റെ ഘട്ടത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ റജഅ അൻഹ ലാ മഹാലത, മടങ്ങിയിട്ടുണ്ട് എന്നത് നിസ്സംശയം എന്ന് പറഞ്ഞ അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിന് പറയാമായിരുന്നല്ലോ റജഅ അൻഹ അനിൽ ഹാലി സാനി, 2-ാമത്തെ അവസ്ഥയിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം അത് പറയുന്നില്ല. അത് നമ്മൾ അതിനോട് മറ്റേ ലിസാനുൽ മീസാനിലെ ഭാരത്ത് കൂടി ഇബാനയെ സ്വീകരിച്ച സയ്യിദ് ഇബ്നു കുല്ലാബിന്റെ നിലപാട് തന്നെയാണ് എന്നത് കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ ഭാരത്തിന്റെ ആശയം അവസാന കാലഘട്ടത്തിൽ കൂടുതൽ പ്രാധാന്യം തഫ്വീദിന് നൽകി, ഇബാനയിൽ കൂടുതൽ പ്രാധാന്യം നൽകിയ തഫ്വീദിനാണ്. തഅ്വീൽ എന്ന നിലപാടിന് പ്രാധാന്യം നൽകിയ ഒരു കാലം ഉണ്ടായിരുന്നു. അത് രണ്ടും അഹ്ലുസുന്നയുടെ നിലപാടാണെന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് വ്യക്തമാക്കിയിട്ടുണ്ട്. സലഫിൽ തന്നെ നാം നേരത്തെ ഉദ്ധരിച്ചല്ലോ, തഅ്വീൽ ചെയ്ത പണ്ഡിതന്മാർ ഒരുപാട് ഉലമാനെ ഉദ്ധരിച്ചല്ലോ. അപ്പോൾ ഇബ്നു കസീർ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു വിഷയമാണ് ഇവർ അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലാഹ് മടങ്ങി എന്ന രൂപത്തിൽ ഈ ഭാരത്തിൽ നിന്നാണ് അവർ തെറ്റിദ്ധരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അതിലേക്ക് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, ഇബ്നു കസീർ ആരായിരുന്നു? ഹാഫിദ് ഇബ്നുൽ അസ്ഖലാനി ദുറുൽ കാമിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇബ്നു കസീറിനെ തൊട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം അശ്അരി ആയിരുന്നു എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ അബുൽ ഹസൻ അശ്അരി അതിൽ നിന്ന് മാറി എന്ന് പറഞ്ഞിട്ട് മൂപ്പര് വീണ്ടും ആ പഴയ ഒഴിവാക്കിയുടെ വിധത്തിലാണ് ഇബ്നു കസീർ ഫോളോ ചെയ്യുന്നത് പറയേണ്ടി വരും. മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ 8-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന പണ്ഡിതനാണ്. ഇവിടെ നമുക്ക് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാവുന്ന ഒരു വിഷയം, ഹിജ്റ 260-ലാണ് മഹാനായ അബുൽ ഹസൻ അശ്അരി ജനിക്കുന്നത്. ഹിജ്റ 300-ലാണ് ജീവിക്കുന്നത്. അതിന്റെ ശേഷം നാം പറഞ്ഞല്ലോ തബീൻ കദീബ് മുഫ്തരിയിലെല്ലാം ഒരുപാട് ഉലമാഇനെ അവിടുത്തെ ശിഷ്യന്മാരായി പരിചയപ്പെടുന്നു. അബുൽ ഹസൻ ബാഹിരി, അബൂബക്കർ ബാഖില്ലാനി, അതുപോലെ ഒരുപാട് ഉലമാ തബക്കകളായിട്ട് ശിഷ്യന്മാരായി വരുന്നുണ്ട്. അവരാരും
ഈ ഒരു വിഷയം പറയുന്നില്ല. ഈ അവരാരും അറിഞ്ഞിട്ടില്ല. ആരും അറിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവര് തഅ്വീൽ ബിദ്അത്താണ്, തഫ്വീളാണ് ശരി, അത് തന്നെ ഇബ്നു തൈമിയ്യ പറയുന്ന രൂപത്തിലുള്ള തഫ്വീളാണ് എന്ന നിലപാടിലേക്ക് മാറിയതായി അവരാരും പരിചയപ്പെടുത്തുന്നില്ല. മറിച്ച് എന്താണ് അവർ പരിചയപ്പെടുത്തുന്നത് തന്നെ ഈ രണ്ട് നിലപാടും അഹ്ലുസുന്നയുടേതാണ് എന്നാണ്. ഉദാഹരണം നമുക്ക് ഇബ്നു അസാക്കിറിനെ എടുക്കാം. ആധികാരിക ചരിത്ര പണ്ഡിതനാണ് അദ്ദേഹം ഹിജ്റ 500-ലാണ് ജനിക്കുന്നത്. അങ്ങനെ ആ കാലത്ത് ജീവിക്കുന്ന അവര് അശായറത്തിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി അവരാണ് അഹ്ലുസുന്ന എന്നെല്ലാം സമർത്ഥിക്കാൻ വേണ്ടി എഴുതിയ കിതാബാണ് തബീൻ കദിബിൽ മുഫ്തരി എന്ന് പറയുന്നത്. അതിൽ ഇബാനയിൽ നിന്നുള്ള ഒരു ഭാഗം കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ മറ്റൊരു ഭാഗത്ത് മഹാനവറുകൾ തഅ്വീൽ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നുള്ള രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട്. തഅ്വീൽ ചെയ്യാനുള്ള കാരണം ബിദഅകൾ വന്നതിന് മറ്റൊരു അർത്ഥ സാധ്യത കൽപ്പിച്ച് തജ്സീം സൃഷ്ടികളോട് സദൃശ്യവൽക്കരിച്ചപ്പോൾ ഇതിന് മറ്റൊരു ആശയതലം ഉണ്ടല്ലോ എന്നും പറയാമല്ലോ എന്നൊരു ളറൂർ അനിവാര്യതയിലാണ് തഅ്വീൽ രൂപപ്പെടുന്നത് എന്നെല്ലാം മഹാനവറുകൾ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം ആ കിതാബിൽ തന്നെ രണ്ട് നിലപാടുകളെയും ഇബ്നു അസാക്കിർ റഹിമഹുല്ലാഹ് പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലാഹ് തഅ്വീലിനെ ഒഴിവാക്കിയതല്ല എന്ന് തന്നെയാണ്. അവരാരും ഈ മൂന്ന് അവസ്ഥകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതേ ഇല്ല. ഇനി വിശദീകരിച്ചത് ഇബ്നു കസീറാണ്. ഇബ്നു കസീറിന്റെ ആ ഉദ്ധരണിയിൽ തന്നെ ഇവർക്ക് അനുകൂലമായി യാതൊരു തെളിവുമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അഹ്ലുസുന്നയായിരുന്നു അശായിറത്ത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റഹിമഹുല്ലക്ക് ശേഷം വന്ന എല്ലാ പണ്ഡിതന്മാരും, 4 മദ്ഹബിന്റെ പണ്ഡിതന്മാർ, മുഫസ്സിരീങ്ങൾ, മുഹദ്ദിസീങ്ങൾ എല്ലാം ആ ഒരു പാതയിൽ അണിനിരന്നവരായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം സുബുക്കി അവിടുത്തെ തബഖാത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അന്ന അഖീദത്തുഹു അയ്യാനി അൽ അശ്അരി, അശ്അരി ഇമാമിന്റെ ആ വിശ്വാസം എന്ന് പറയുന്നത് ഇജ്തമ അലൈഹ ഷാഫിയ്യത്തു വൽ മാലിക്കിയ്യത്തു വൽ ഹനഫിയ്യത്തു വ ഫുദലാഉൽ ഹനാബില, 4 മദ്ഹബിലെ പണ്ഡിതന്മാരും ഏകോപിച്ചത് ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ അൽ അശ്അരി സ്വീകരിച്ച ആ മാർഗം, അതായത് അശായിറത്താകുന്ന അഹ്ലുസുന്നയിലായിരുന്നു അവരെല്ലാവരും അടിയുറച്ചത്. മാത്രമല്ല അതിന് ഉദാഹരണമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് വാഫഖഹു അലാ ദാലിക മിൻ അഹ്ലി അസ്രിഹി ശൈഖുൽ മാലിക്കിയ്യത്തി ഫി സമാനിഹി അബൂ അംർ ഇബ്നുൽ ഹാജിബ് വ ശൈഖുൽ ഹനഫിയ്യത്തി ജമാലുദ്ദീൻ അൽ ഹസ്വരി. അക്കാലഘട്ടത്തിലെ ഹനഫിയത്തിന്റെ ഏറ്റവും വലിയ ഇമാമായിരുന്ന അവരും അതുപോലെ തന്നെ മാലിക്കിയത്തിന്റെ ഏറ്റവും വലിയ ഇമാമായിരുന്നവരും ഒക്കെ ഇവരുടെ ആ കാലഘട്ടത്തിൽ തന്നെ ആ മദ്ഹബ് സ്വീകരിച്ചവരായിരുന്നു. ആ അശായിറത്തിനെ ഫോളോ ചെയ്തവരായിരുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ന്യൂനപക്ഷമായ ബഹുമാനപ്പെട്ട സുബുക്കി ഇമാം തന്നെ അവിടുത്തെ മറ്റൊരു ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, ഇല്ലാ റിആഉം മിനൽ ഹനാബില, വളരെ ചുരുങ്ങിയൊരു സംഘം, ഹനാബിലത്തിലെ ചെറിയൊരു വിഭാഗം മാത്രമാണ്. ആ വിഭാഗത്തെ സംബന്ധിച്ചാണ് നമ്മുടെ അഖീദയുടെ ഗ്രന്ഥത്തിലൊക്കെ ഖുലാത്തുൽ ഹനാബില എന്ന് പറയുന്നത്. അഥവാ അവർ യഥാർത്ഥത്തിൽ അഹ്മദ് ബിൻ ഹംബലിനെ ഫോളോ ചെയ്യുന്നു എന്ന പേരിലാണ് അവർ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ. പക്ഷെ നാം നേരത്തെ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് തഅ്വീൽ ചെയ്തതിന്റെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞുവല്ലോ. ആ തഅ്വീൽ ബിദ്അത്താണെന്നാണ് ഖുലാത്തുൽ ഹനാബില പറയുന്നത്. ആ ഖുലാത്തുൽ ഹനാബില അവർ ഇമാം അബുൽ ഹസൻ അശ്അരിയെ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ ഫുദലാ ഉൽ ഹനാബില എന്ന് അങ്ങനെ ഒരു വേർതിരിവ് ചരിത്രകാരന്മാരും ഇമാമികളൊക്കെ നടത്തി. ഫുദലാ ഉൽ ഹനാബില, ഖുലാത്തുൽ ഹനാബില. അതിന്റെ കാരണം തന്നെ ഇബ്നു തൈമിയ്യ പോലത്തെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഖുലാത്തുൽ ഹനാബിലയുടെ പിൻഗാമികളായിട്ടാണ് ഇന്ന് കേരളത്തിൽ ലോകതലത്തിലുമുള്ള സലഫികൾ ഞങ്ങൾ ഹനാബിലത്താണെന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു തെറ്റിദ്ധാരണയാണ്, അവർ തിരുത്തേണ്ടതാണ്. അവർ യഥാർത്ഥത്തിൽ ഇത് നിഷേധിക്കാന്ന് പറയുമ്പോൾ ഒരു വലിയ ഒരു നൂറ്റാണ്ടിനെ ഇസ്ലാം ഇങ്ങനെ കൈമാറി വന്ന ഈ 10-15 നൂറ്റാണ്ട് കാലത്തെ മുഴുവനും അങ്ങ് നിഷേധിക്കുക. അതായത് സ്വഹാബത്തിന്റെ കാലത്ത്, താബീങ്ങളുടെ കാലം, ശേഷം അബുൽ ഹസൻ അൽ അശ്അരി ഇമാമിനെ പോലത്തെ ഇമാമികളുടെ കാലം, അങ്ങനെ അതിന് ശേഷം വന്ന ഉലമാവ് മുഴുവനും നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ അശായിറത്തിൽ അണിനിരന്നവരായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. മുഫസ്സിരീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി, ഇമാം ഖുർത്തുബി, ഇബ്നു കസീർ, ഇബ്നു അത്തിയ, അബൂ ഹയ്യാൻ, ഇമാം ബഗവി, സമർകന്ദി തുടങ്ങി നമ്മൾ മുഖ്യധാരയിൽ കാണുന്ന തഫ്സീറുകളെല്ലാം, അതിൻ്റെ മുസന്നിഫീങ്ങളെല്ലാം, രചയിതാക്കളെല്ലാം അശായിറത്തിൽ അണിചേർന്നവരാണ്. മുഹദ്ദിസീങ്ങളെ കൂട്ടത്തിൽ നിന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഇമാം ദാറഖുത്നി, ഹാഫിൽ അബൂ നുഐമ്, ഹക്കിമുൻ നൈസാബൂരി, ഇമാം ബൈഹഖി, ഇബ്നു അസാക്കിർ, ഇമാം നവവി, അസ്ഖലാനി, സുയൂത്തി, സഖാവി, ഇങ്ങനെ ഇക്കാലം വരെ എണ്ണി നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും എന്തായിരുന്നു? ഈ അശായിറത്തിൽ അണിനിരുന്നവരായിരുന്നു.
ഇതൊക്കെ പറയുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു രസകരമായ ചോദ്യമുണ്ട്, കേൾക്കുമ്പോൾ ചെറിയ വരാറുള്ളത്. അപ്പോൾ ഷാഫി ഇമാം അശ്അരി ആയിരുന്നു, ഇമാം ബുഖാരി അശ്അരി ആയിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. ഇതിവിടെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് 4 മദാഹിബ് ഫോളോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഒരാൾ വന്നു കണ്ട് ഉമർ റളിയല്ലാഹു ഏത് മദ്ഹബായിരുന്നു, ഷാഫി ആയിരുന്നു ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ആ രീതിയിലേക്ക് അവര് യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഇമാം ബുഖാരി ഒക്കെ തഅ്വീൽ ചെയ്തവരാണ്, ഇമാം ഷാഫി തഅ്വീൽ ചെയ്തവരാണ്. അവര് സ്വീകരിച്ച തഅ്വീലും തഫ്വീലും ഈ 2 മദ്ഹബും ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തിയവരാണ് അശായിറത്ത്. അതാണ് സവാദുൽ ആലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചതുപോലെ മുഖ്യധാര മുസ്ലിമുകളായിട്ട് കാലഘട്ടമായിട്ട് ഇങ്ങനെ കൈമാറി നമ്മുടെ പക്കലേക്ക് അറിവ് എത്തിച്ചിട്ടുള്ളവർ, ഈ ദീനിനെ കൈമാറി തന്നിട്ടുള്ളവർ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അശായിറത്ത് ബിദ്അത്താണ് എന്ന് ഇവർ പറഞ്ഞാൽ അതെ, ഇവർക്ക് എങ്ങനെയാണ് പിന്നീട് മതത്തെ മനസ്സിലാക്കാൻ കഴിയുക? ഇവര് ചുരുങ്ങിയത് ഇപ്പോ ഖുർആന്റെ തഫ്സീർ വരെ എങ്ങനെയാണ് മനസ്സിലാക്കാറുള്ളത്? ആദ്യം തന്നെ ചിന്ത പോയ തഫ്സീർ റാസിയിലൊക്കെ ആയിരിക്കും. ഒരു പഠിതാവിന്റെ ആദ്യ ചിന്ത അവർക്ക് വളരെ സ്വീകാര്യ ഇബ്നു കസീർ എടുക്കാം, ഇബ്നു കസീർ ആയിരിക്കും. അവരെല്ലാം അശ്അരിയായിരിക്കും. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് മതത്തെ, ഇസ്ലാം എങ്ങനെയാണ് ഇവർക്ക് ലഭിച്ചത്? ഈ മഹാന്മാരൊക്കെ മുബ്തദികളാണെന്ന് പറഞ്ഞിട്ട് അതൊരിക്കലും അവർ ചെയ്യാൻ പാടില്ലാത്ത, അവർ പിന്മാറേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ നമ്മുടെ ചർച്ച ഇങ്ങനെ അവസാനത്തേക്ക് എത്തുമ്പോൾ ഒരു തമാശ കേട്ടിട്ട് അവസാനിക്കാൻ തോന്നുന്നു. ഞാൻ കേട്ടപ്പോൾ ഒരുപാട് ചിരിച്ചു പോയി. ഒരു ചർച്ചയിൽ ഒരു വഹാബി പണ്ഡിതന് പറയാണ്, അശ്അരിയത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഓരോ വിമർശനങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണ്. അവസാനം പറഞ്ഞ് ഏത് മദ്രസയിൽ പോകുന്ന ചെറിയ കുട്ടികൾക്ക് പോലും അറിയുന്ന വിഷയം, അഹ്ലുസുന്നയുടെ നിലപാടിൽ എല്ലാവർക്കും അറിയുന്ന, എല്ലാവരും സർവ്വരാലും അംഗീകരിച്ചിട്ടുള്ള ഒരു വാദത്തെ കുറിച്ച് അവർ പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം. എന്നാൽ അശ്അരികളെ സംബന്ധിച്ചിടത്തോളം അവർ വാദിക്കുന്നത് വിശുദ്ധ ഖുർആൻ കലാമുള്ളയാണ്, എന്നാൽ എന്താണ് മഖ്ലൂക്കാണ്, അള്ളാന്റെ സൃഷ്ടിയാണ് എന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കുറേ ചർച്ചകൾ അപ്പൊ ഇവര് പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം വളരെ മഹ്റജൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കേട്ട അത്ഭുതപ്പെടും. നമ്മൾ ഷറഉൽ അഖായിദാണല്ലോ നമ്മൾ പഠിപ്പിക്കാറുള്ള എന്താ, അതിലെല്ലാം നമ്മൾ നിരന്തരമായി നമ്മൾ ഉസ്താദ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കലാമുല്ലാഹിൽ ഖദീം ലൈസ ബി മഖ്ലൂഖിൻ എന്നുള്ളത്. അത് അഹ്ലുസുന്നയുടെ ഒരു നിലപാടായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. മുഅ്തസിലത്താണ് അവിടെ ഖുർആൻ മഖ്ലൂഖാണെന്നുള്ള വാദവുമായി രംഗത്ത് വരുന്നത്. പിന്നെ ആ മുഅ്തസിലത്തിനെ വിമർശിച്ച, അതുപോലെ ഷറഉൽ അഖായിദെല്ലാം അവരെ വിമർശിക്കുകയാണ് ആ വാദങ്ങളിൽ. എങ്ങനെയാണ് അശായിറത്തിനെതിരെ അങ്ങനെ ഒരു ആരോപണം കൊണ്ടുവരാൻ കഴിയാന്നുള്ളത് അചിന്തനീയമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു ചർച്ച വരുന്ന സമയത്ത് അഹ്ലുസുന്നയുടെ ഇമാമുമാര് ഇതിനു വേണ്ടി ഒരുപാട് പരീക്ഷണങ്ങൾ ഏറ്റവരാണ്. ഇമാം അഹ്ലുസുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനെ പോലത്തെ അഹ്ലുസുന്നയുടെ മുഖ്യധാര പണ്ഡിതന്മാരെല്ലാം ഇതിൽ ഖുർആൻ മഖ്ലൂഖല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഏൽക്കുകയും ജയിലടക്കപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ എല്ലാവർക്കും അറിയാം. അത്രയും വലിയൊരു നഗ്ന സത്യം ഉണ്ടായിരിക്കുമ്പോഴാണ് അതിനൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ അവർ തന്നെ തരം താഴ്ന്നു പോകണം, ഇത്തരം തരം താഴ്ന്ന വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട്. നമുക്ക് ഇനി ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സലഫ്, സ്വഹാബത്ത്, അതുപോലെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെല്ലാം മതത്തെ പഠിപ്പിച്ചു കൊടുത്ത രീതിയുണ്ട്. സലഫ് ആ രൂപത്തെയാണ് പിൽക്കാല ഖലഫിലേക്ക് ആ രൂപത്തിൽ തന്നെ അവർ കൈമാറിയിട്ടുണ്ട്. പക്ഷെ കാലാന്തരങ്ങളിൽ സ്വാഭാവികമായി മതത്തെ ദുർവ്യാഖ്യാനിക്കുന്ന ബിദഈ കക്ഷികൾ രൂപപ്പെട്ടു. അവരെ പ്രതിരോധിക്കാനെന്ന വണ്ണം വലിയ വലിയ അയിമ്മത്ത് അതാത് കാലഘട്ടങ്ങളിൽ വന്നു. അതിൽ പ്രധാനിയാണ് മഹാനരായ അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലയും അബു മൻസൂർ മാതുരിദി റഹിമഹുല്ലയും. ആ 2 പണ്ഡിതന്മാർ അവർ സമർത്ഥിച്ചത് നാം വിശദീകരിച്ചതുപോലെ സലഫ് എന്താണോ പഠിപ്പിച്ചത് അതിനെ ബൗദ്ധികമായി കൂടി സമർത്ഥിച്ചു എന്നതാണ്. മുഅ്തസിലത്ത് അവരുടെ ബിദ്അഈ വാദങ്ങളെ അവർ ബുദ്ധിപരമായി സമർത്ഥിച്ച് സാധാരണക്കാരെ വഴിതെറ്റിച്ചപ്പോൾ അഹ്ലുസുന്നയുടെ സലഫിന്റെ വിശ്വാസത്തെ അത് ബൗദ്ധികമായി അവതരിപ്പിച്ചിട്ട് അവരെ അഹ്ലുസുന്നയെ മനോഹരമായി അവതരിപ്പിക്കാനാണ് ഈ 2 ഇമാമുകൾ പരിശ്രമിച്ചിട്ടുള്ളത്. പിൽക്കാലഘട്ടത്തിൽ വന്ന എല്ലാ ഉലമാവും നാം ഇന്ന് കടപ്പെട്ടിരിക്കുന്ന അൽ ഇമാമുൽ ഗസാലി, അൽ ഇമാം റാസി, അതുപോലെ അൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി, അതുപോലുള്ള ഒരുപാട് അയിമ്മത്തുകൾ, ഫുഖഹാവും മുഹദ്ദിസുകളും മുഫസ്സിറുകളും എല്ലാം അശായിറത്തിൽ അണിനിരുന്നവരാണ്. ആ അശായിറത്താണ് ഇന്ന് ലോകത്ത് മുഖ്യധാര മുസ്ലിമീങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അസ്സവാദുൽ അഅ്ളം അഥവാ അഹ്ലുസുന്ന വൽ ജമാഅയായി അവരാണ് ഇന്ന് അറിയപ്പെടുന്നത്. ശുദ്ധ ഖുർആനിൽ തന്നെ ഒരു വളരെ വൈകാരികമായ ഒരു ആയത്ത് നമുക്കറിയാം, യൗമ തബിയദ്ദു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്. ചില മുഖങ്ങൾ കരുവാളിക്കുന്ന ദിവസം, ചില മുഖങ്ങൾ
പ്രകാശിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ മുഖങ്ങളെ സംബന്ധിച്ച് മുഫസ്സിറുകൾ പറഞ്ഞത് ഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന. ആ അഹ്ലുസുന്ന വൽ ജമാഅ അത് അശായിറത്താണ്. ആ അശായിറത്തിനെ സംബന്ധിച്ച് ബിദ്അഴികളാണ്, മുബ്തദിഉകളാണ് എന്നെല്ലാം പരിചയപ്പെടുത്തി രംഗത്ത് വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഈ ഉലമാഇനെ എല്ലാം അവഗണിച്ചുകൊണ്ടാണോ നാം നമ്മുടെ മതത്തെ മനസ്സിലാക്കേണ്ടത്? അല്ല, ആ ഉലമാ പറയുന്ന രൂപത്തിലാണോ നാം അഹ്ലുസുന്നയെ ഗ്രഹിക്കേണ്ടത്? ആ ഉലമാഇൻ്റെ മുന്നിൽ നമ്മുടെ ചെറുബുദ്ധികളെ അടിയറ വെച്ചുകൊണ്ട് സലഫിൻ്റെ നിലപാടുകളെ എങ്ങനെയാണോ മഹാന്മാർ പരിചയപ്പെടുത്തിയത്, ആ അശായിറത്ത് എന്ന നിലപാടിലേക്ക് നമുക്കെല്ലാവർക്കും ഒരുപോലെ സഞ്ചരിക്കേണ്ടതുണ്ട്. തെറ്റിദ്ധാരണകൾ നാം വാശി മാറ്റി നിർത്തിക്കൊണ്ട് നാം തിരുത്തേണ്ടതുണ്ട് എന്ന് വിനയപൂർവ്വം അത്തരക്കാരെ ഓർമ്മപ്പെടുത്തി ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.